ഞാൻ പറയാൻ വന്നത് തൗഫീഖിലേക്കുള്ള എൻ്റെ കാര്യം, ഇന്നിപ്പോൾ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ ആക്രമിച്ചു എന്ന് വി ഡി സതീശൻ തട്ടിവിട്ടു. അദ്ദേഹം തന്നെ കൊടുത്ത മറുപടിയാണ്. എന്നാൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ലെന്ന് തിരുവഞ്ചൂർ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യത തകർന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യതയും അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും പാളിയതും അതിൻ്റെ പൊള്ളത്തരങ്ങളും നുണകളായി പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നതുമൊക്കെയായിട്ടുള്ള നിരവധി സാഹചര്യങ്ങൾ അദ്ദേഹം മുൻപ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അത് ഏറ്റവും അധികം ഇങ്ങനെ പുറത്തു വരുന്നൊരു സമയമാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെ യഥാർത്ഥത്തിൽ വെട്ടിലാക്കുന്നത് അദ്ദേഹം തന്നെയല്ലേ? അല്ല, വല്ലാത്ത ഒരു എന്താ പറയുന്നത്, ഒരു വിലയിരുത്തലായിപ്പോയി അങ്ങയുടേത്. അത് സ്വാഭാവികമായിട്ട് ഇവിടെ 3 CPM-ൻ്റെ ഇവിടെ ബഹുമാനപ്പെട്ട MLA ഔദ്യോഗിക വക്താവാണെങ്കിൽ ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാറും മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ തിരിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, ഞാനടക്കം ബഹുമാനിക്കുന്ന ആളാണ്. ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രനും ബഹുമാനപ്പെട്ട ശ്രീ ശരത് ഉൾപ്പെടെയുള്ള ആളുകൾ അനൗദ്യോഗിക വക്താക്കളാണ്. അപ്പോൾ ഈ 3 വക്താക്കൾക്ക് ഞാൻ മറുപടി പറയാൻ ഞാൻ ഒറ്റ മനുഷ്യനെ ഇവിടെ ഉള്ളൂ ഈ ചർച്ചയിൽ. അതുകൊണ്ട് എനിക്ക് അങ്ങ് സമയം അനുവദിക്കണമെന്ന് വിനീതമായി ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രൻ സാർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട MLA അടക്കം ഉന്നയിക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ വന്നാൽ, ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അത് സൂചിപ്പിച്ച് വേണമല്ലോ മുന്നോട്ട് പോകാൻ. അവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട അടക്കമാണ് ബഹുമാനപ്പെട്ട ശ്രീ M ജയചന്ദ്രൻ സാർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായത്. സാറേ, അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, ഈ ഭരണത്തിൻ്റെ എല്ലാ പ്രിവിലേജും ഉള്ള ആളുകൾ, ഭരണത്തിൻ്റെ എല്ലാ പ്രിവിലേജും ഇപ്പോൾ അനുഭവിക്കുന്ന ആളുകൾ ആരാ? കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. ഈ വിഷയം നടന്നപ്പോൾ, ഈ ഒഫൻസ് നടന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആളുകളും ഒക്കെ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു സംശയം എന്നുള്ളത്, അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ഈ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നും മറ്റേ അടൂർ പ്രകാശിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്നും ഒക്കെ പറയുമ്പോൾ ആദ്യം റെയ്ഡ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടാണ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് റെയ്ഡ് ചെയ്യാൻ തയ്യാറാവേണ്ടത്. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്താൽ ഈ പറയും നിങ്ങൾ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിൽ വാസ്തവം ഉണ്ടാവും, ഒരു അല്പമെങ്കിലും മൂല്യം ഉണ്ടാവും. അതിനപ്പുറത്തേക്കാണ് ഇവിടെ ബഹുമാനപ്പെട്ട MLA ചൂണ്ടിക്കാട്ടാനുള്ളത്. ഇവിടെ കട്ടവരെയും, ഇവിടെ അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളുടെ പാർട്ടി നേതൃത്വമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങയുടെ എൻ്റെ സംശയം, എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിനെ ഒന്ന് തള്ളിപ്പറയാൻ അദ്ദേഹത്തെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗ സ്ഥാനത്ത് നിന്ന്, നേതൃസ്ഥാനത്ത് നിന്ന് അന്വേഷണ വിധേയമായെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടാണ് അങ്ങ് ഈ സംസാരം ഈ കൈരളിയർ ഫ്ലോറിൽ വന്നിരുന്ന് പറയുന്നതെങ്കിൽ അതിന് അല്പമെങ്കിലും ഒരു വില നൽകാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ഈ നിമിഷം വരെയും ഇവിടെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അത് N വാസു ആകട്ടെ ഇവിടെ പത്മകുമാർ ആകട്ടെ, ആ 2 ആളുകൾ ഇപ്പോഴും അഴിക്കുള്ളിൽ ദിവസങ്ങൾ എണ്ണി നീക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ മന്ത്രി, ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ അല്ല, ശരത്തിന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അങ്ങ് ഞാൻ പറയുമ്പോൾ മാത്രമാണല്ലോ ഈ കമന്റ് അടിക്കുന്നത്. എന്തായാലും നല്ല തുടർന്നോളൂ, അത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്, അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അത് കയ്യിലുള്ള അങ്ങക്ക് എങ്ങനെ പറയേണ്ടി വരുന്നത്, അത് പറയേണ്ടി വരുന്നത് കൊണ്ട് അങ്ങ് പറഞ്ഞോളൂ. ഏതായാലും ശരി ഇവിടെ അങ്ങനെയെങ്കിൽ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം എന്നുള്ളത്, അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ഇവിടെ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടൂർ പ്രകാശിനെതിരെ ഇതുവരെ ചോദ്യം ചെയ്യലിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന ആന്റണി MPക്കെതിരെ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ്. ബഹുമാനപ്പെട്ട MLA, ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ, ഞങ്ങൾ ഓപ്പൺ സ്റ്റാൻഡാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് സ്ട്രേറ്റ് നിലപാടാണ്. ഞങ്ങൾ ഒളിച്ചു കളിക്കൊന്നും തയ്യാറാവുന്നില്ല. ഞങ്ങൾ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ കുറ്റാരോപിതരാണ്, അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല, എന്നിട്ട് നടപടി എടുക്കാമെന്ന് ഞങ്ങൾ ഏതായാലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തീവ്രത അളന്ന ശേഷം നടപടി എടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഏതായാലും ശരി ഇവിടെ കട്ടവരെയും കട്ട മുതൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇവിടെ കേരളത്തിലെ CPM നേതൃത്വമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട V ശിവൻകുട്ടിയുടെ വലിയൊരു പ്രസ്താവന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അവന് മറുപടിയായി ഞാൻ ശരത്ത് അടക്കമുള്ള ആളുകൾ കണ്ടതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ഞാൻ RSSനെതിരെ നെഞ്ചു വിരിച്ച് പോരാട്ടം നടത്തുമ്പോൾ സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഏതാണ്ട് വള്ളി നിക്കറിട്ട് നടക്കുകയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം വലിയ നിലവാരമാണല്ലോ, നിലവാരമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ നിലവാരം എന്താണെന്നൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടറിഞ്ഞ് മനസ്സിലാക്കുക. എന്റെ ശരത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ആരാണ് ഈ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത്?
തട്ടുന്നൊരു ചോദ്യം വേറെയുണ്ട്. മനക്കൽപ്പടി സ്കൂളിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നട്ടെല്ല് വളച്ചു നിന്നയാൾ പറവൂർ MLA സതീശനാണെന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടത്. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല. അതാണ് തൗഫീഖ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് എന്റെ സമയത്ത് ഞാൻ സംസാരിക്കും. അല്ല, എന്നോട് ഇങ്ങോട്ട് അത് എന്റെ ഉത്തരം പൂർത്തിയാക്കിയ ശേഷം അങ്ങേക്ക് സംസാരിക്കാമല്ലോ. അതൊരു പ്രയോഗമാണ്. വള്ളിതിക്കറിട്ട് നടക്കുക എന്ന് പറയുന്നതും വി.ഡി. സതീശൻ എന്ന് പറഞ്ഞതും ഒരേ തരത്തിലല്ല. എല്ലാവർക്കും ബാധകമാണ്. ഫ്ലോർ ആയതുകൊണ്ട് കോൺഗ്രസ് പ്രതിനിധി തൗഫീഖ് രാജന് മറ്റൊരു നിയമമൊന്നുമില്ലല്ലോ. എന്റെ ചോദ്യം ശരി, അങ്ങയുടെ ആർഗ്യുമെന്റ് കഴിഞ്ഞല്ലോ. എന്റെ ചോദ്യം, ആരാണ് ഈ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത്? സംഘപരിവാർ വിരുദ്ധതയുടെ മൊത്തം വിൽപ്പനക്കാരൻ ഈ പറയുന്ന ശിവൻകുട്ടിയാണ്. ഇവിടെ സ്വന്തം മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയെ പറ്റിച്ച്, സ്വന്തം മുന്നണിയിലെ സഹപ്രവർത്തകരായ മന്ത്രിയെ പറ്റിച്ച് രാഖി രാമാനം ഡൽഹിയിൽ ചെന്ന് അവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷമാണ് ഈ വലിയ സംഘപരിവാർ വിരുദ്ധത പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലെ കാപട്യം, അതിലെ ഇരട്ടത്താപ്പ് അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ MA ബേബി, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട CPM-ന്റെ ദേശീയ സെക്രട്ടറി പറയുക, മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷം തീരുമാനിക്കുന്നു. ഇതാ കേരളത്തിലെ മാധ്യമങ്ങൾ തൊട്ടടുത്ത ദിവസം പുറത്തുവിട്ടു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. ആ ഒപ്പിട്ട ശേഷം എന്ത് കബളിപ്പിക്കലാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ സ്വന്തം മുന്നണിയെ പോലും കാണിച്ചുകൊണ്ട്, സ്വന്തം മുന്നണിയെ പോലും പറഞ്ഞു പറ്റിച്ചതെന്ന്, എന്ത് കബളിപ്പിക്കലിന്റെ വക്താവാണെന്ന് തെളിയിക്കുന്ന സന്ദർഭമാണ്. ശരത്തിന് സംശയമുണ്ടോ? ഇവിടെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷമാണ് ക്യാബിനറ്റ് കൂടിയിട്ട് ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. എന്ത് ധാർമ്മികതയാണ്, എന്ത് സംഘപരിവാരത്തെ വലിയ രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശബരിമല വിഷയത്തിൽ ഓപ്പൺ സ്റ്റാൻഡാണ്. ഞങ്ങൾ ഒന്നും സംശയിക്കാനില്ല, ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. ഇവിടെ അഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടത് CPM നേതൃത്വമാണ്, CPM ലീഡർഷിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തില്ല. മറുപടി ഈ ബഹുമാനനായ തൗഫീഖ് രാജന് ഈ ശബരിമല വിഷയത്തിൽ ഇപ്പോൾ വളരെ ഇതായിട്ട് പറയാണ്, ഇത് ഞങ്ങൾക്കൊന്നും ഒളിപ്പിക്കാനില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇതല്ലല്ലോ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നത്. ശബരിമല വിഷയത്തിൽ ആർക്കാണ് ഞങ്ങൾക്ക് ഒളിപ്പിക്കാനുള്ള? ഞങ്ങളുടെ പാർട്ടിയൊക്കെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ശരിയല്ലാത്തൊരു കാര്യം ചെയ്ത ഒരാൾക്കും CPM-ൽ തുടരാൻ പറ്റില്ല. ശബരിമലയിലെ വിഷയം എന്താ? ഹൈക്കോടതി പ്രത്യേകമായി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുകയാണ്. ഒരു ദിവസം പത്മകുമാരൻ തന്നെ ഞങ്ങളുടെ DC മെമ്പർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്ന്. അയാളുടെ പേരിൽ കുറ്റാരോപണം എന്താണെന്ന് ഞങ്ങൾക്കറിയാത്ത കാര്യം. ബഹുമാനപ്പെട്ട കോടതി 14 ദിവസത്തെ കൂടി നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 14 ദിവസത്തെ ആയിക്കോട്ടെ, കോടതി പറയട്ടെ. ഞങ്ങളത് കോടതിയല്ലേ വിശ്വാസം. അദ്ദേഹത്തിന് എന്റെ സംശയമാണ്. ഞങ്ങൾ കോടതിയല്ലേ, നിങ്ങൾക്കറിയാം. തൗഫീഖ് രാജൻ അറിയോ പത്മകുമാർ എന്താ ചെയ്തതെന്ന്? തൗഫീഖ് രാജൻ അറിയോ? കോൺഗ്രസിന് അറിയോ എന്താ ചെയ്തത്? പത്മകുമാർ നിങ്ങളാണോ കൂടെ പോയത്? തൗഫീഖ് രാജനാണോ കൂടെ? പത്മകുമാറിന്റെ കൂടെ പോയത് തൗഫീഖ് രാജനാണോ? തൗഫീഖ് രാജനാണോ പത്മകുമാറിന്റെ കൂടെ പോയത്? ഞാൻ പറയട്ടെ, എനിക്ക് പറയാം, മറുപടി പറയാതെ നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ പറഞ്ഞോളാം. പത്മകുമാറിന്റെ കൂടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പോയത് തൗഫീഖ് രാജനാണോ കോൺഗ്രസ് ആണോ പോയത്? ഈ സ്വർണ്ണം കെട്ടതിന്റെ പേരിലാണോ അയാളെ അറസ്റ്റ് ചെയ്തത്? വരെ നിങ്ങൾക്ക് കോൺഗ്രസിനുണ്ടോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ഏത് കുറ്റത്തിൻ്റെ പേരിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് കുറ്റപത്രം സമർപ്പിക്കുന്നവരെ കാത്തിരിക്കും. കുറ്റം ഈ ശബരിമലയുടെ ഭാഗമായി ശരിയല്ലാത്ത കാര്യം ഒരു CPM-ൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആരെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല, അതിശക്തമായ നടപടിയിലേക്ക് ഞങ്ങൾ പോകും. ഇത് CPM വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയില്ല. ഇതെന്താ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ ശരിയല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുന്നു വിവിധ കാലയളവിൽ. ഞങ്ങളുടെ ഒരാളെ അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശോധിക്കുകയാണ്, കോടതി പറയട്ടെ. കോടതി പറയുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് നടപടി സ്വീകരിക്കും. നിങ്ങൾ ഇതിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? തോറ്റിട്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ശബരിമല കൊണ്ട് തോറ്റു എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ കേരളത്തിൽ അന്യായമായി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ, ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ വല്ലാത്ത നിലയിൽ ആക്ഷേപിച്ചു. അന്നേരം നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ പേര് പറയുമ്പോൾ എന്താ? അയ്യോ, സോണിയാഗാന്ധിയുടെ പേര് പറയാൻ പാടില്ല. എന്താ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാൽ? MA ബേബി പറഞ്ഞവരെന്താ? സോണിയാഗാന്ധിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല, അതാ ഞങ്ങളുടെ മര്യാദ. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ സോണിയാഗാന്ധിയുടെ പേര് അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ പ്രധാനപ്പെട്ട റെലവൻ്റ് ആയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒളിച്ചോടാൻ ശ്രമിക്കരുത്. എങ്ങനെ എത്തി? ജയചന്ദ്രൻ സാർ പറഞ്ഞതല്ലേ, സ്വർണം വാങ്ങിയാൾ, സ്വർണം വിറ്റയാൾ, ഈ തരികടയ്ക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആൾ. നിങ്ങൾ എന്താണ് ആൻ്റണിയോട്, അടൂർ പ്രകാശോടും ചോദിക്കാത്തത്? എങ്ങനെ കൊണ്ടുപോയി ഈ പോറ്റിയെ? സോണിയാഗാന്ധി ആക്ഷേപിച്ച ഞങ്ങളല്ല, കോൺഗ്രസ് ആണ് ആക്ഷേപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയെ ആക്ഷേപിച്ചിരിക്കുന്നത്. നിങ്ങളെന്താ പറയാത്തത്?
KPCCയുടെ പ്രസിഡന്റ് പറയണ്ടേ? KPCCയുടെ വക്താക്കന്മാർ പറയണ്ടേ? സോണിയാഗാന്ധിയുടെ അടുത്ത് ജൻപത്തിലേക്ക് ആര് കൊണ്ടുപോയി? എങ്ങനെ ഇവർക്ക് അവിടെ കയറാൻ പറ്റി? എങ്ങനെയാണ് ഇവരവിടെ വന്നത്? എന്തിനാണ് ഈ കളങ്കിതരായ അവരെ അവിടെ കൊണ്ടുപോയത്? ഈ രാഷ്ട്രീയ ചോദ്യം നിങ്ങൾ മറുപടി പറയാതെ നിങ്ങൾ അതും ഇതും പറഞ്ഞ് എങ്ങനെയാണ് കാര്യം നടക്കുക? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം, MA ബേബി പറഞ്ഞാൽ എന്താ? നിങ്ങൾ MA ബേബിയുടെ പേര് MA ബേബി പറഞ്ഞാൽ എന്താ? സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാ MA ബേബി പറഞ്ഞത്. വിരൽ ചൂണ്ടില്ല എന്ന് പറഞ്ഞത് MA ബേബി പറഞ്ഞത്. അത് MA ബേബിയും കേരളത്തിലെ CPM വ്യത്യസ്തമായിട്ട് പറഞ്ഞു. അതേ സ്റ്റാൻഡ് തന്നെയാണ് കേരളത്തിലെ CPM എടുത്തത്. പക്ഷെ നിങ്ങൾ പറയേണ്ട മറുപടിയുണ്ട്. ആര്? ആന്റണി, അടൂർ പ്രകാശ്, KPCC പറയണം. അത് പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങൾ. അത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. സോണിയാഗാന്ധി ആക്ഷേപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ഒന്നാമത്തെ കാര്യം. ശരത് ഇവിടെ PMCയിൽ ഒപ്പിട്ട കാര്യമൊക്കെ പറഞ്ഞു. PMCയിൽ ഭയങ്കര കോൺഗ്രസ് തന്നെ. ഇന്ത്യയിൽ ഏതെല്ലാം സ്റ്റേറ്റാ നേരത്തെ മുതലേ ഒപ്പിട്ടിരിക്കുന്നത്? ഒപ്പിട്ടിട്ട് പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ നടപ്പിലാക്കൂല. കൺകറന്റ് ലിസ്റ്റില്ല വിദ്യാഭ്യാസം. അതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചോളാം. അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചോളാം. അതിന് കോൺഗ്രസിന്റെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാഭ്യാസത്തിൽ CBSE ഈ PMCയുടെ ഭാഗമായി ഒരു നയവും ഇവിടെ നടപ്പിലാക്കില്ല എന്ന ആർജവം ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനുണ്ട്. അത് ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് രാജിനോട് ഞാനൊരു ചോദ്യം തിരിച്ചു വയ്ക്കുക. കേരളത്തിലെ CBSE സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? സെൻട്രൽ സ്കൂളിൻ്റെ ഇവിടെ UDFകാരായുള്ള ആളുകളൊക്കെ നടത്തുന്ന ഒരുപാട് CBSE സ്കൂളില്ലേ? ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? ഏത് സിലബസിൻ്റെ ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളില്ലേ? ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് ഏതാ? ഒന്ന് പരിശോധിക്കുക. ഒന്ന് നന്നായിട്ട് പരിശോധിക്കുക. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ആരാണ് പഠിപ്പിക്കുന്നത്? സമരം നടത്താം. ആ സ്കൂളിൻ്റെ മുന്നിൽ പോയിട്ട് കോൺഗ്രസ് സമരം നടത്ത്. ഒരുപാട് CBSE സെൻട്രൽ സ്കൂളൊക്കെ ഇല്ലേ? എന്താ സമരം നടത്താത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് BJP സർക്കാരിനോട് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് എന്ന് ഞങ്ങൾ പറയണം. അതിന് ഞാനൊന്നും പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി, എവിടെയാണ് ഭൂരിപക്ഷം നേതാക്കന്മാരുള്ളത്. ഇപ്പോൾ അവസാനം ജയിച്ച ബീഹാറിന്ന് പോലും എല്ലാവരും പോയി. എവിടെ പോയി? എല്ലാവരും അതിന്റെ ഭാഗമായിട്ട് പോയി എന്നാണ് വാർത്തകൾ. എവിടെ പോയി? സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി. എല്ലാവരും സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തില് കേരളത്തിലെ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് CPM ഈ ഗവൺമെന്റിന് ആവശ്യമില്ല. ഞങ്ങൾക്കറിയാം സംഘപരിവാറിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന്. നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് ചില വാദങ്ങളായിട്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം ഞങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയെ കോർണർ ചെയ്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിങ്ങൾ കള്ളത്തരത്തിൻ്റെ രാജാക്കന്മാരായിട്ട് ഈ ഇലക്ഷനിൽ പറഞ്ഞില്ലേ? SIR കൊണ്ടുവന്നത് ആര്? പിണറായി വിജയൻ. SIR എവിടെയെല്ലാം പ്രസംഗിച്ചു? അതിൻ്റെയൊക്കെ വീഡിയോ എല്ലാവർക്കും ലഭ്യമല്ലേ? എവിടെയെല്ലാം പ്രസംഗിച്ചു? കാണിക്കാം. തൗഫീഖ് രാജിനെ കാസർഗോഡ് വിഷ്വലൊക്കെ കാണാം. തൗഫീഖ് രാജനെ അയച്ചുതരാം. കാസർഗോഡ് നടത്തിയ ശ്രദ്ധേയമായ ചില പ്രസംഗങ്ങളുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. 5 നേരം നിസ്കരിക്കുന്ന ഞങ്ങളൊന്നും പറയാൻ പുറപ്പെടുന്നില്ല. SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ. ഇവിടെ മോഡിക്ക് വേണ്ടി ഇവിടെ LDFന് വോട്ട് ചെയ്താൽ നേരെ മോഡിക്കാണ് വോട്ട് ചെയ്യുന്നത്. കള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് സംഘപരിവാറിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കോൺഗ്രസിന്റെ UDFന് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഏതാണ്ട് 1,250 പേര് ഈ കേരളത്തിൽ സംഘപരിവാറിന്റെ അക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രക്തസാക്ഷികളുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ ഞങ്ങളുടെ പാർട്ടിയെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല കേട്ടാ. അത് വയനാട് പോയിട്ട് പറഞ്ഞാൽ മതി. CPMന് ഏർപ്പാടൊന്നുമില്ല. അവരെ അച്ഛനമ്മയുണ്ട്. ആസൂത്രിതമായി ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് അവരുടെ കനകൊല്ലുവിൻ്റെ തന്ത്രങ്ങൾ തിരിച്ചടിയാവുന്നു. എന്നുവെച്ചാൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു ആക്ഷേപിച്ചിട്ടും കേരളത്തിലെ LDF സർക്കാരിനെ മൂന്നാം LDF സർക്കാർ അത് വരുന്നത് തടയാൻ വേണ്ടിയിട്ടൊരു ശ്രമമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ആ പുറപ്പെട്ട ശ്രമത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതാക്കന്മാർക്ക് തന്നെ ഇപ്പോൾ സമനില തെറ്റിയ നിലയിലാണ് കാര്യങ്ങളുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയെ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ പൊതുവിലൊരു മര്യാദ നമ്മളെല്ലാം പാലിക്കാറുണ്ട്. വിമർശിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനം വളരെ പ്രധാനമല്ലേ? ആ വിമർശിക്കുന്നതിനൊക്കെ ആരാ എതിര്? നിങ്ങൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഈ ജയചന്ദ്രൻ സാർ ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന സംഘർഷങ്ങളുടെ ചരിത്രം എടുത്താൽ എന്തെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും. ഒരു സമരമുഖത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവൻ ഇവൻ
ഇതിൻ്റെ ഭാഗമായി നിങ്ങൾ എന്തെല്ലാം മഷിക്കുപ്പി സമരങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ? ചാപ്പകുത്ത് സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നില്ല. അതിലൊക്കെ പിന്നീട് വന്ന കഥകൾ ഒരുപാട് ഉണ്ടായിട്ടില്ലേ? അങ്ങനെയെല്ലാം നിയമസഭയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി CPM MLA-മാർക്ക് അടിയേറ്റ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തെല്ലാം സംഭവങ്ങൾ ഈ കേരള നിയമസഭയിലുണ്ടായി? ഇവനെന്ന് വിളിച്ചിട്ട് ആരെങ്കിലും അതിനുശേഷമുള്ള ഏതെങ്കിലും എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനോട് യോജിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അപക്വമായ അസാധാരണമായ മാന്യതയില്ലാത്ത നിലപാടാണ് ഇന്ന് ഉയർന്നു വന്നത്. ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്യും. ശരി.